പ്രണയമുണ്ടോ എന്ന് മനസ്സിലായി. ഭാര്യക്ക് ഭർത്താവോട് പ്രണയമുണ്ടോ? കേരളത്തിൽ 60% ആക്കൂല്ല. അതെന്നറിയോ? അതിന് നിങ്ങളെ വാട്സപ്പും ഫേസ്ബുക്കും നോക്കിയാൽ മാത്രം മതി. നിങ്ങൾക്ക് ഭർത്താവിനോടും ഭാര്യയോടും പ്രണയം ഉണ്ടെങ്കിൽ അതിലൊരു മഞ്ഞ വട്ടത്തിലൊരു 2 ലവിൻ്റെ ചിഹ്നമുള്ള കണ്ണില്ലേ, അത് നിങ്ങൾ ഭർത്താവിന് അയച്ചിന് ഇതുവരെ? അതാർക്ക് അയക്കലെന്ന് മാത്രം ആലോചിച്ചു. എല്ലാ ഭർത്താക്കന്മാർ നിങ്ങൾ ആർക്ക് അയക്കലത്? ഭാര്യയോട് നിങ്ങൾ ഹായ് വണ്ടർഫുൾ ലവ് എന്ന് പറഞ്ഞ അയക്കലുണ്ടോ? കേരളത്തിലെ 40% ആൾക്ക് അപ്പുറത്തേക്ക് ഈ ലവിൻ്റെ ചിഹ്നയിൽ അയക്കുന്ന വേറെ ആർക്കല്ലോ ആണ് പോലും. നമുക്ക് ഇഷ്ടപ്പെട്ട ആൾക്ക് സ്റ്റാറ്റസ് ഇടുമ്പോൾ അപ്പാട് കൊടുക്കും പോലും ലവ് ലവ് ലവ്. ഭർത്താവിനെ കാണും ഇങ്ങനെ. അതുകൊണ്ട് തന്നെയാണ് നമ്മളെ പ്രശ്നങ്ങളൊക്കെ കാരണം. ഞാൻ അത് ശാസ്ത്രീയമായിട്ടൊന്നും പറയുന്നില്ല, അത് പിന്നെ ഒരു അവസരത്തിൽ നമുക്ക് ആ വിഷയത്തിലേക്ക് വരുമ്പോൾ. അതുകൊണ്ട് ഇന്ന് മുതൽ ഓർമ്മിച്ചോ, ഭർത്താക്കന്മാർ ഭാര്യയ്ക്ക് ലവിൻ്റെ ചിഹ്നം അയക്കുന്നുണ്ടെങ്കിൽ ഓർപ്പിച്ചോ, തങ്കുപ്പെട്ട ഭർത്താവ്. അത് തങ്കു. ഭാര്യമാർ ഭർത്താവിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ലവും തമ്പലടിക്കുന്നുണ്ട്, ഉറപ്പിച്ചോ, നിങ്ങളോട് ഒരു ഇഷ്ടമുണ്ട് ഒരുക്കി. ഇതൊന്നും ഇല്ലാണ്ട് ഞാൻ എൻ്റെ ഭാര്യയോട് പറയാണ്ട് ഇനി സ്നേഹിക്കുക. നിങ്ങൾ മക്കളിൽ നിന്നൊക്കെ വിചാരിക്കുക എന്തെന്നാ ഇഷ്ടപ്പെടുന്നത്? നിങ്ങൾ മക്കളിൽ നിന്ന് എന്താ പ്രതീക്ഷിക്കുന്നത്? നിങ്ങൾ ഭർത്താക്കന്മാരിൽ നിന്ന് എന്താ പ്രതീക്ഷിക്കുന്നത്? കുറേ പൈസ, സ്വർണ്ണക്കട്ടി, പിന്നെന്താ സ്നേഹം? അതെല്ലാം നിങ്ങൾക്ക് അറിയാം. എന്നിട്ട് നിങ്ങൾ മക്കൾക്ക് കൊടുക്കുന്നുണ്ടോ? അത് നിങ്ങളെ മക്കൾക്ക് നിങ്ങൾ സ്നേഹം കൊടുക്കുന്നുണ്ടോ? ഞാൻ ഇന്ന് വരെ എൻ്റെ 19 കൊല്ലത്തെ പോലീസ് ജീവിതത്തിനിടയിൽ ഇതുവരെ ഒരു ഉമ്മയും മക്കൾക്ക് സ്നേഹം കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. മക്കളെ എങ്ങനെയെങ്കിലും നന്നാക്കണം എന്ന് മാത്രമേ ഉമ്മക്കുള്ളൂ. എന്നെപ്പോലെ ആയിപ്പോകരുത് എൻ്റെ മക്കൾ. കേരളത്തിലെ ഉമ്മമാർക്കുള്ള ഏറ്റവും വലിയ വാശി അത്, എന്നെപ്പോലെ ആയിപ്പോകരുത്. ഞാൻ പല അമ്മയോടും ചോദിക്കുന്നുണ്ട്, നിങ്ങളെപ്പോലെ ആയാൽ പോരെ അമ്മ മക്കൾ. എൻ്റെ ബാപ്പ പണ്ട് എന്നെ പുറത്ത് വിട്ടിക്കില്ല. എൻ്റെ ബാപ്പ എനിക്ക് എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ഡ്രസ്സ് ഇടാൻ സമ്മതിച്ചിട്ടില്ല. എൻ്റെ ബാപ്പ എന്നെ ടൂറിന് വിട്ടിട്ടില്ല. എൻ്റെ ബാപ്പ എന്നെ ഒന്നിനും സമ്മതിച്ചിട്ടില്ല. അതുകൊണ്ട് എൻ്റെ മക്കളെ ഞാൻ പറപ്പിക്കും. ആയിട്ടളെ ഞാൻ ഇട്ടാപ്പെട്ട ഡ്രസ്സ് ഇടിപ്പിച്ച് പറപ്പിക്കും. ഞാൻ ചോദിച്ചല്ല എല്ലാം നമ്മളെ മക്കളെ നമുക്ക് ശരിക്കൊന്ന് പോറ്റണ്ടേ? അതെല്ലാം പിന്നെ എന്നെപ്പോലെ ആയിപ്പോകരുത് എൻ്റെ മോള്. ആയിട്ടളെ ഞാൻ അടുക്കളയെ കയറ്റുകയില്ല. ആയിട്ടളെ കരിയാക്കാൻ എനിക്ക് ഇഷ്ടമല്ല. ആയിട്ടളെ ഞാൻ കരയിപ്പിക്കില്ല എന്ന് പറയുന്ന കേരളത്തിൽ ഉമ്മമാരും അമ്മമാരൊക്കെ അങ്ങനെയായി മാറി. നിങ്ങളും അങ്ങനെ തന്നെയല്ലേ? നിങ്ങളെപ്പോലെ ആവണം ഏതെങ്കിലും ഉമ്മ പറഞ്ഞിട്ടുണ്ടോ? നിങ്ങളൊരു കാര്യം ഓർമ്മിച്ചു, നിങ്ങൾ ഈ കസേലയിൽ ആത്മാഭിമാന ബോധത്തോടു കൂടി ഇരിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? നിങ്ങൾ എങ്ങനെയൊക്കെ ഒരു ദീനിബോധത്തിൻ്റെ ഭാഗമായി കൃത്യമായ ഒരു ചട്ടക്കൂടിൽ വളർത്തി പോറ്റിയത് കൊണ്ടാണ് ഈ കസേലയിൽ ഇരിക്കുന്നത്. നിങ്ങൾ പിന്നോട്ട് ഇപ്പോൾ ചിന്തിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നഷ്ടം ഉണ്ടായിട്ടില്ല. നിങ്ങൾക്ക് എന്ത് നഷ്ടം ഉണ്ടായത്? പഠിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ പഠിച്ചില്ല. അത് തന്നെ മാഷന്മാരും രക്ഷകർത്താക്കളെല്ലാം പടി എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ പറഞ്ഞിട്ട് ഇങ്ങനെ നിന്ന്. അതുകൊണ്ട് നിങ്ങളിവിടെ എത്തി. പക്ഷെ നിങ്ങളെ മക്കളെ എന്ത് ചെയ്യാൻ പറ്റും? എന്നെപ്പോലെ ആയിപ്പോകരുത് എന്ന് കരുതിയിട്ട് ആഴ്ചകളെ പറപ്പിക്കുമ്പോഴാണ് കേരളത്തിലെ കുട്ടികൾ ലഹരിക്കും മദ്യത്തിനും മയക്കുമരുന്നിനും മൊബൈൽ ഫോണിനും അടിമപ്പെടുന്നത്. നമുക്ക് കിട്ടിയ നന്മകളിൽ നമ്മുടെ മക്കളിലേക്ക് പകരാൻ പറ്റണം. അതുകൊണ്ട് ഞാൻ ചിരിക്കാൻ വേണ്ടി പറഞ്ഞു, ഇന്ന് തൊട്ട് സകല മനുഷ്യന്മാരും കാണുമ്പം ചിരിച്ചുവിടണം. റോഡുമ്പോൾ കാണുമ്പോൾ എല്ലാവരും ഒന്നും വേണ്ട. നിങ്ങളെ വീട്ടിൽ നിന്ന് രാവിലെ എഴുന്നേൽക്കുമ്പം ബാപ്പേനെ കാണുമ്പം ബാപ്പ ഉമ്മേനെ കാണുമ്പോൾ ബാപ്പയും ഉമ്മയും കൂടി മക്കളെ കാണുമ്പോൾ എന്ന് ചിരിക്കുന്ന ഏത് കുടുംബത്തിലാണ് നാശം സംഭവിച്ചത്? ഏത് കുടുംബത്തിലാണ് കലഹം സംഭവിച്ചത്? ഭർത്താവ് ഇങ്ങനെ വടിയുമായിട്ടല്ലെ ചൂലുമായിട്ട് ഇങ്ങനെ പറന്നു വരുമ്പോൾ ഭാര്യ ഒരൊറ്റ ചിരിച്ചാൽ പോരെ? എന്താ അങ്ങക്ക് പറ്റിയത് എന്നൊരു ചിരി ചിരിച്ച ഏത് ഭർത്താവാണ് തളർന്നു പോവാത്തത്? അതിന് ഭാര്യമാർ എങ്ങനെയാ? എൻ്റെ ഭാര്യയല്ലോ നമുക്കെല്ലാം എന്തെങ്കിലും ദേഷ്യം പിടിക്കുമ്പോൾ അതിലും ഭീകരമായിട്ട് എന്നിങ്ങനെ നിൽക്കുമ്പോൾ എങ്ങനെയാ കുടുംബം മുന്നോട്ട് പോകുക? അതുകൊണ്ട് പക്ഷെ എനിക്ക് എൻ്റെ ഭാര്യയോട് അത്ര ഇങ്ങനെയല്ലുള്ളൂ, ദേഷ്യമല്ലുള്ളൂ കേട്ടാ. എനിക്ക് അങ്ങോട്ടേലുള്ളവരെല്ലാം കാണുമ്പോൾ എന്ത് സന്തോഷമാണെന്നറിയോ? നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടോ? ഭാര്യമാരോട് എന്താ നിങ്ങൾക്ക് സ്നേഹം കുറയാൻ കാരണം നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടാ? അത് നമുക്ക് ക്ലാസ്സിൻ്റെ അവസാനം പറഞ്ഞ് അവസാനിപ്പിക്കാം. അതുകൊണ്ട് ഇന്ന് മുതൽ നിങ്ങൾ ചിരിക്കണം. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്താണ്? സങ്കടം വരുമ്പോൾ കരഞ്ഞോളണം. സങ്കടം വന്ന് കരയാത്ത മനുഷ്യന്മാർക്ക് മുഴുവൻ ഇവിടെ നഷ്ടങ്ങൾ മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ. ഭാര്യയ്ക്ക് ഭർത്താവിനെ, കുടുംബത്തെ, അല്ലെങ്കിൽ ഒളിച്ചോട്ടത്തിൽ അവസാനിക്കുമ്പോൾ ഈ കരഞ്ഞിട്ടില്ല എങ്കിൽ. അതുകൊണ്ട് ഇന്ന് മുതൽ നിങ്ങൾ കരയാൻ ശ്രമിക്കണം. ശരിക്കും കരയേണ്ട ആരാന്നറിയോ? നിങ്ങൾ ആണുങ്ങളാണ് കരയേണ്ടത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ പീഡനങ്ങൾ അനുഭവിക്കുന്ന ആരാന്നറിയോ? ഒരു പോലീസുകാരനായിട്ട് ഞാൻ പറയാം, അനുഭവിക്കുന്ന ആണുങ്ങളാണ്. പക്ഷെ പല ആണുങ്ങൾ ഇത് പറയൂല. മീശീൻ്റെ അടിയിലുള്ളതുകൊണ്ട്
എന്നിങ്ങനെ നടക്കുകയാണ്. കാരണം സങ്കടം ആരോട് പറയാനാണ്? ഭാര്യ എന്നെ തച്ച് കൊല്ലുന്നുണ്ടെന്ന് പറയാൻ പറ്റുമോ ആരോടെങ്കിലും? അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഇന്ന് മുതൽ പുരുഷന്മാരും കൂടി സങ്കടം വരുമ്പോൾ കരഞ്ഞു വേണം. കരഞ്ഞാലില്ലേ പ്രശ്നങ്ങളെല്ലാം തിരുവോണങ്ങൾ പരിശോധിച്ചോ? സ്കൂളിലെ കുട്ടികൾക്ക് ടീച്ചർ തല്ലിയിട്ടുണ്ടെങ്കിൽ എന്തിനാ പേടിക്കുന്നത്? ബാത്റൂമിൽ പോയി നിലവിളിച്ചാൽ പോരെ? ഓ എന്ന് പറയും. കരയുമ്പോൾ കണ്ണുനീരങ്ങ് വന്നാലില്ലേ മാഷെ കാണുമ്പോൾ നമുക്ക് ചിരി വരും. വേണേ ശ്രദ്ധിച്ചോക്ക്. ഭാര്യയും ഭർത്താവും വഴക്ക് കൂടുമ്പോൾ ഏതെങ്കിലും ഒരാൾ പോയിട്ട് കരഞ്ഞാലില്ലേ അതോടുകൂടി വഴക്കാടെ തീരും. ഞാൻ പറഞ്ഞ കളവാണെന്ന് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? കളവാണെന്ന് തോന്നുന്നുണ്ടോ? കരയാത്ത മനുഷ്യന്റെ ഹൃദയം ഇടിക്കാത്ത എന്താ പറയുക ഇരുമ്പുലക്ക പോലെയാണ്. നിങ്ങൾ വേണമെങ്കിൽ ഇത് കളവാണെങ്കിൽ നിങ്ങൾ ലോകകപ്പ് ഫുട്ബോൾ കണ്ടിരുന്ന ഫൈനലിൽ ആരൊക്കെയാ മത്സരിച്ചത്? ഫ്രാൻസും അർജന്റീനയും അല്ലെ? മെസ്സിയും എംബാപ്പയും കണ്ടില്ലേ? കളിയെല്ലാം കണ്ടതല്ലേ? വെരി ഗുഡ്. ആ കളിയിൽ അവസാനം ആര് ജയിച്ചു? മെസ്സി ജയിച്ചു. എന്തായാലും മെസ്സി ജയിച്ചാലും എംബാപ്പ ജയിച്ചാലും നെയ്മർ തോറ്റാലെല്ലാം ഫൈനൽ മത്സരം കിടിലൻ ഒരു ഫുട്ബോൾ മത്സരമായിരുന്നു. സംശയമൊന്നുമില്ലല്ലോ. ആ കളിയിൽ അവസാനങ്ങൾ കണ്ടത് എന്താ? മെസ്സി കപ്പ് ഇങ്ങനെ വാങ്ങിയതിന് ശേഷം മെസ്സി ഗ്രൗണ്ടിന്റെ അങ്ങേ മൂലയിലേക്ക് പോയി പൊട്ടി പൊട്ടി കരയുന്നത് കണ്ടോ നിങ്ങൾ? നോക്കുമ്പോൾ ഇങ്ങേ സൈഡിൽ നിന്ന് എംബാപ്പെ നിലവിളിച്ച് കരയുന്നത് കണ്ടോ നിങ്ങൾ? അപ്പുറത്തും ഇപ്പുറത്തും ഗാലറിയിൽ നിന്ന് ഈ കാഴ്ചക്കാർ മുഴുവൻ കരഞ്ഞില്ലേ? രണ്ട് കോച്ചും പൊട്ടി പൊട്ടി കരഞ്ഞില്ലേ? നിങ്ങളത് ശ്രദ്ധിച്ചിട്ടുണ്ടോ ഞാനറിയില്ല. വേണമെങ്കിൽ കളി ഒന്നും കൂടി എടുത്ത് നോക്കുങ്ങൾ. എന്തിനായിരിക്കും മെസ്സി കരഞ്ഞിട്ടുണ്ടാവുക? ലോകത്തിലെ അവസാനം അവന് കിട്ടാനുള്ള ഏക കപ്പ് കൂടി ലോകകപ്പാണ്. ആ കപ്പ് കൂടി മെസ്സിയുടെ കയ്യിലേക്ക് വന്നു ചേർന്നപ്പോ മെസ്സിയുടെ ഹൃദയം നിലക്കാതിരിക്കണമെങ്കിൽ, മെസ്സിയുടെ തലച്ചോറ് ഒരു സൈഡിൽ തളർന്നു പോകാതിരിക്കണമെങ്കിൽ മെസ്സിക്ക് സങ്കടങ്ങൾ മുഴുവൻ, സന്തോഷം മുഴുവൻ പുറത്തേക്ക് പ്രകടിപ്പിക്കണമായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട്, ശാസ്ത്രീയതയുടെ ഭാഗമായിട്ടാണ് മെസ്സി ഗ്രൗണ്ടിൽ നിന്ന് ലോകം കാണുകെ പൊട്ടി പൊട്ടി കരഞ്ഞത്. അതുകൊണ്ട് തന്നെ മെസ്സി റിലാക്സ് ആയി. എംബാപ്പ ഇങ്ങനെ കളിച്ചിട്ടും തോറ്റത് കൊണ്ട് എംബാപ്പയുടെ ഹൃദയം പടച്ചു, അല്ലെങ്കിൽ എംബാപ്പയുടെ ഹൃദയം നിലച്ചു പോകുമായിരുന്നു. എംബാപ്പ ആ സൈഡിൽ പോയി കരഞ്ഞപ്പോ എംബാപ്പയുടെ സങ്കടവും തകർന്നു പോയി. ശരിയാണോ തെറ്റാണോ? അങ്ങനെ കോച്ചുമാരും കരഞ്ഞപ്പോ കോച്ചിന്റെ സങ്കടം, അതായത് ആ ഫുട്ബോൾ മത്സരം ആ ഗ്രൗണ്ടിൽ അവസാനിച്ചു. ശരിയാണോ? എന്നാ കേരളത്തിൽ എന്താ നടന്നത്? കേരളത്തിൽ നെയ്മർ തോറ്റതിൽ പ്രതിഷേധിച്ച് കണ്ണൂരിൽ മെസ്സിന്റെ ആളെ നെയ്മറിന്റെ ആള് കത്തി കൊണ്ട് കുത്തി, 8 ആൾ ആസ്പത്രിയിൽ. എറണാകുളത്ത് ഈ മെസ്സി ജയിച്ച പ്രകടനം പോകുമ്പോൾ നെയ്മറിന്റെ ആളെ അങ്ങന്ന് വരുന്ന അടിയുണ്ടാവുന്നുണ്ട്. അപ്പൊ നടുവിൽ നിന്ന പോലീസുകാരെ 2 ആളും കൂടി എടുത്ത് ഇളക്കി കളഞ്ഞു. കയ്യും കാലും പൊട്ടിയിട്ട് പോലീസുകാർ ആസ്പത്രിയിൽ. തൃശ്ശൂരുള്ള 17 വയസ്സുകാരൻ മെസ്സി ജയിച്ചതിൽ പ്രതിഷേധിച്ച് നെയ്മർ തോറ്റതിൽ ആഘാതത്തിൽ അവന്റെ ഹൃദയം പൊട്ടി സ്ട്രോക്ക് വന്ന് ലേക്ക് ഷോർ ആസ്പത്രിയിൽ. അതേസമയം ഈ നെയ്മറും എംബാപ്പയും മെസ്സിയും ഒരാഴ്ചക്ക് ശേഷം സൗദിയുടെ മണ്ണിൽ ഒന്നിച്ച് ഫുട്ബോൾ കളിച്ചു. കണ്ടങ്ങള്? ഓലെല്ലാവരും ഒന്നായിട്ട് പിന്നെയും കളിച്ച്. നമ്മളോ കത്തിക്കുത്തേറ്റോയ മിഞ്ഞാന്നും രക്തം കൊടുക്കാൻ പോയിക്കോന്, രക്തം പോരാഞ്ഞിട്ട്. എന്തുകൊണ്ടാ ഹൃദയം പൊട്ടി മരിക്കാൻ? എന്തുകൊണ്ടാണ് ഇവർക്ക് ഇത് താങ്ങാൻ പറ്റാത്തത്? മെസ്സി ജയിച്ചിട്ടുണ്ടെങ്കിൽ മെസ്സി ജയിക്കട്ടെ എന്ന് സങ്കടം ഉണ്ട്, കരഞ്ഞോളി. ഒരു നായിനെ എറിഞ്ഞോളി, അല്ലെ പൂച്ച അതിലോടി പോകുമ്പോൾ ഒരു കല്ലെടുത്ത് അങ്ങ് എറിഞ്ഞോളി, എന്തൊരു സമാധാനം ഉണ്ടാവും. അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത്, ശാസ്ത്രീയതയുടെ പിൻബലം എല്ലാത്തിനും വേണം. അതുകൊണ്ട് കരയേണ്ടടുത്ത് നമ്മൾ കരഞ്ഞേ പറ്റൂ, ചിരിക്കേണ്ടടുത്ത് ചിരിച്ചേ പറ്റൂ. അങ്ങനെ ചിരിക്കാനും കരയുവാനും പറ്റുന്ന ഒരു കുടുംബാംഗമായി ചുള്ളിയൻ കുടുംബാംഗങ്ങൾ മാറിയാലില്ലേ, ഇനിയും നിങ്ങളുടെ ആയുസ് 100-ൽ നിന്ന് 110-ലേക്ക് എത്തുന്ന കാര്യത്തിൽ ഇനി ഒരു തർക്കവും എനിക്കില്ല. അതുകൊണ്ട് ഇന്നു മുതൽ ചിരിക്കാനും കരയാനും നെഞ്ചോട് ചേർത്ത് പിടിച്ച് സമാശ്വസിപ്പിക്കാനും കഴിയുന്ന മനുഷ്യന്മാരായിട്ട് നിങ്ങൾ മാറണം.